സർ, ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമുക്കറിയാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്ന സമയത്ത് അത് വളരെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ബി.ജെ.പിയുടെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായി അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നതും ഇതായിരുന്നു. അങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്ന സമയത്ത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ശേഷം വലിയ രീതിയിൽ അത് രാജ്യത്തിന് ഉപകാരപ്രദമാകുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുമുണ്ട്. അവിടെ ടൂറിസ്റ്റുകൾ എത്തുന്നു എന്നതായിരുന്നു പ്രധാനമായും അവർ പറഞ്ഞ കാര്യം. അതുവഴി രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കാനും സാധിച്ചു എന്ന് പലപ്പോഴും ബി.ജെ.പി തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിലനിൽക്കുന്ന നർമ്മദയിലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തിലുമൊക്കെ ഇത്തവണ ഭരണം പിടിച്ചിരിക്കുന്നത് എ.എ.പി ആണ്. ആം ആദ്മി പാർട്ടി ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും ഭരണം തിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയം എന്താണ്? ബി.ജെ.പിക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ഒരു വിജയത്തിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്ന് വന്നത്. ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയായ ബി.ജെ.പി വൻപിച്ച വിജയം നേടി. ഏതാണ്ട് 800-ൽ അധികം സീറ്റുകളിൽ എതിരില്ലാതെ തന്നെ ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. 34 ജില്ലാ പഞ്ചായത്തുകളിൽ പക്ഷെ ഒരു ജില്ലാ പഞ്ചായത്തിൽ മാത്രം ബി.ജെ.പിക്ക് വിജയിക്കാനായില്ല. ചരിത്രത്തിൽ ആദ്യമായി അവിടെ അവർ പരാജയപ്പെട്ടു. വിജയിച്ചത് കോൺഗ്രസ് അല്ല, ആം ആദ്മി പാർട്ടിയാണ്. നർമ്മദ ജില്ലാ പഞ്ചായത്തിലെ 22 സീറ്റിൽ 15 സീറ്റും ആം ആദ്മി പാർട്ടി നേടി. അവിടെ തന്നെയുള്ള 4 താലൂക്ക് പഞ്ചായത്തുകളിലും വലിയ വിജയം നേടി. 6 താലൂക്ക് പഞ്ചായത്തുകളാണുള്ളത്. അതിൽ 4-ലും ആം ആദ്മി പാർട്ടി വൻ വിജയം നേടി. ചിട്ക അതിൽ 16-ൽ 15 സീറ്റ്, ദഡിയപാട 18-ൽ 17 സീറ്റ്, സാഗ്ബാര 18-ൽ 13 സീറ്റ്, ഗരുഡേശ്വർ 16-ൽ 13 സീറ്റ്. നർമ്മദ ജില്ലയിലെ ഗരുഡേശ്വർ താലൂക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി.ജെ.പിയുടെയും സ്വപ്ന പദ്ധതിയായ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സർദാർ പട്ടേലിന്റെ പ്രതിമ നിൽക്കുന്നത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഈ പ്രതിമ നിൽക്കുന്ന അത് പല പഞ്ചായത്തുകളിലായിട്ടാണ്. കവാഡിയ, ഗോറ, ഗരുഡേശ്വർ, കരേലി ഇവിടെയുള്ള മുഴുവൻ സീറ്റുകളിലും ആം ആദ്മി പാർട്ടിയാണ് വിജയിച്ചത്. അത് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഞെട്ടലുണ്ടാക്കി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാര്യം ഗുജറാത്തിൽ മുഖ്യ പ്രതിപക്ഷം ഇതുവരെ കോൺഗ്രസ് ആണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് എങ്കിലും 27.3% വോട്ടുകൾ അവർക്ക് ലഭിച്ചു. ആം ആദ്മി പാർട്ടി ആദ്യമായി 5 സീറ്റുകളിൽ വിജയം നേടി. 12.9% വോട്ടുകൾ അവർക്ക് ലഭിച്ചു. പക്ഷെ 52.5% വോട്ടുകളുമായി ബി.ജെ.പി ബഹുദൂരം മുന്നിലാണ്. പക്ഷെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് അടുത്ത വർഷം അവസാനമാണ് ഗുജറാത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അമിത്ഷായുടെയും ഒക്കെ കേന്ദ്രമാണ് ഗുജറാത്ത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ മുഖ്യ പ്രതിപക്ഷമായി കോൺഗ്രസിനെ പിന്തള്ളി ആം ആദ്മി പാർട്ടി അടുത്ത വർഷം വിജയിക്കുമോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് ഈ നർമ്മദ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് വിജയം വഴി തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു അവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു MLA ഉണ്ട്, ദഡിയപാട MLA. അദ്ദേഹം മിക്ക സമയത്തും ജയിലിലാണ്. അദ്ദേഹത്തിന്റെ ചൈതർ വാസവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ആദിവാസി നേതാവാണ്. അദ്ദേഹം നർമ്മദ ഉൾപ്പെടുന്ന പഞ്ചായത്തിലെ, പ്രത്യേകിച്ച് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നതിന് ശേഷം ആദിവാസികൾക്ക് അവിടെ ഭൂമി നഷ്ടപ്പെട്ടു. കാര്യം ഇതിന്റെ ടൂറിസം പദ്ധതിക്ക് വേണ്ടി, ടൂറിസം സർക്യൂട്ടിന് വേണ്ടി അവിടെ ഭൂമി ഏറ്റെടുത്തു. പ്രാദേശിക വാസികൾക്ക് ജോലി നൽകാം എന്ന് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനങ്ങളൊന്നും ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല. അതിനുശേഷം സർദാർ സരോവർ നർമ്മദ നിഗമിന് വേണ്ടിയും ഭൂമി ഏറ്റെടുത്തിരുന്നു. നമുക്കറിയാം, വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായതാണ് നർമ്മദ പദ്ധതിക്കെതിരായിട്ട്. അപ്പൊ അതിൽ ദുരിതബാധിതരായിട്ടുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി.
ഇദ്ദേഹത്തെ പല പ്രാവശ്യം BJP സർക്കാർ അറസ്റ്റ് ചെയ്തു. 2024 അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു. 2025 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലമായ ദഡിയപാടയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടാണ് ഹൈക്കോടതി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. അപ്പം ഈ വിലക്ക് ഉള്ളതിനാൽ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. സമീപ പ്രദേശങ്ങൾ സാഗ്ബാര, ഗരുഡേശ്വർ, ചിട്ക താലൂക്കുകളിലും ചോട്ട ഉദയ്പൂരിലും ബറൂച്ചയിലുമൊക്കെയാണ് അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചത്. അപ്പം ചിട്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താലൂക്ക് പഞ്ചായത്തുകളിൽ ഇതിന്റെ ഫലം ഉണ്ടായി. അവിടെയൊക്കെ ആം ആദ്മി പാർട്ടി താലൂക്ക് പഞ്ചായത്തുകളിൽ തൂത്തുവാരി വിജയിച്ചു. അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ആണ് അദ്ദേഹത്തിന് പ്രചാരണം നടത്താനായി ഹൈക്കോടതി അവസാന നിമിഷം അനുമതി കൊടുത്തത്. അപ്പൊ ഇത് ഈ ജില്ലയിൽ മാത്രമല്ല, തൊട്ടടുത്ത ഉദയ്പൂർ ജില്ലയിലും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ BJPയെ ദോഷകരമായി ബാധിച്ചു. ചോട്ട ഉദയ്പൂർ ജില്ലയിലെ കവാങ് താലൂക്കിൽ 26 സീറ്റിൽ 16 സീറ്റിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു. മറ്റൊരു കഡ്വാല അവിടെ 8 സീറ്റ് കിട്ടി. ചോട്ട ഉദയ്പൂരിൽ 13 സീറ്റ് വീതമാണ് BJPക്കും ആം ആദ്മി പാർട്ടിക്കും ലഭിച്ചത്. തൊട്ടടുത്ത മറ്റൊരു താലൂക്കിലും ആം ആദ്മി പാർട്ടിയും BJPയും ടൈ ആയിരുന്നു. ബറൂച്ചയിലെ താലൂക്കിലാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഈ വിജയം എന്തുകൊണ്ട് നരേന്ദ്രമോദിയെയും BJPയെയും വേദനിപ്പിക്കുന്നു എന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഗുജറാത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ. കാരണം ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം വളരെ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഗുജറാത്തിലെമ്പാടും, പ്രത്യേകിച്ച് സൗരാഷ്ട്ര മേഖലയിൽ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ യുവ നേതാവ് ചൈതർ വാസവ മാത്രമല്ല, പട്ടിദാർ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ഇറ്റാലിയ, അദ്ദേഹം കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വസവർ നിയോജക മണ്ഡലത്തിൽ നിന്നും 17,554 വോട്ടുകൾക്ക് വിജയിച്ചതും BJPയെ ഞെട്ടിച്ചിട്ടുണ്ട്. കാര്യം BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അവിടെ ജയിച്ചിരുന്നത് ഭൂപേന്ദ്ര ഭയ്യാനി എന്ന ആം ആദ്മി പാർട്ടി നേതാവായിരുന്നു. അദ്ദേഹം BJPയിൽ രാജിവെച്ച് BJPയിൽ ചേർന്നു. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല. പകരം മത്സരിച്ച BJP സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ടു. ആം ആദ്മി പാർട്ടി അതിന് മുമ്പ് ജയിച്ചത് 7,063 വോട്ടുകൾക്കായിരുന്നു. രാജു കർപ്പാട എന്ന ഒരു കർഷക നേതാവുണ്ട്. അത് വലിയ കർഷക പ്രക്ഷോഭത്തിന് ഗുജറാത്ത് ഈ വർഷം ആദ്യം സാക്ഷ്യം വഹിച്ചു. രാജു കർപ്പാട ആം ആദ്മി പാർട്ടിയുടെ കർഷക സംഘത്തിന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തെ BJP ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് 3-4 മാസം അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് തിരിച്ചു വന്ന അദ്ദേഹം രാഷ്ട്രീയ സ്വാധീനം കാരണമാകാം BJPയിൽ ചേർന്നു. പക്ഷെ അരവിന്ദ് ഗാമിക്, സാഗർ റബ്ബാരി തുടങ്ങിയ ഒട്ടേറെ കർഷക നേതാക്കൾ ആം ആദ്മി പാർട്ടിയിൽ ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇസുദ്ദീൻ ഗദ്വി എന്ന ഗുജറാത്തിലെ വലിയ സ്വാധീനമുള്ള ടെലിവിഷൻ താരമാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ അവതരിപ്പിച്ചത്. അദ്ദേഹവും വളരെ ജനപ്രിയനായ നേതാവാണ്. അങ്ങനെ 3-4 ജനപ്രിയ നേതാക്കൾ ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളാണ് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത്, 12.9. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചർച്ച ചെയ്യുമ്പോൾ നർമ്മദയിലും സമീപ പ്രദേശങ്ങളിലും വിജയിച്ചത് BJPയുടെ വോട്ടുകൾ വാങ്ങിയാണ്. BJP കൈയടക്കി വെച്ചിരുന്ന ജില്ലാ പഞ്ചായത്തുകളും താലൂക്ക് പഞ്ചായത്തുകളുമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അപ്പോൾ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ തലവേദന കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല BJPയിൽ നിന്നും ആം ആദ്മി പാർട്ടിയിലേക്ക് വോട്ടുകൾ ചോരും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല. BJP തന്നെ വിജയിക്കും. കോൺഗ്രസ് ഗുജറാത്തിൽ വിജയിക്കത്തില്ല.
യെസ്, എന്തായാലും സാറ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വോട്ട് മറിഞ്ഞിട്ടുണ്ടോ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. പെട്ടെന്ന് ഒരു സമയത്ത് ബി.ജെ.പി. അടക്കി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ബി.ജെ.പി. കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്തെ മുഴുവൻ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഇന്ന് എ.എ.പിയുടെ കയ്യിലാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് ഗുജറാത്തിൽ എ.എ.പി. നടത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു, സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.